ഓ, എല്ലാരും സുഖായിരിക്കുന്നോ? വെറുതെ ആരെങ്കിലും മുറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ലേലും ഷേക്ക് അടിച്ചു തന്നാ എത്ര ഗ്ലാസ് വേണമെങ്കിലും എനിക്ക് കുടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫ്രൂട്ടാണ് ഷമാം കേട്ടോ. പണ്ടത്തെ പണ്ടൊക്കെ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ആ ഫ്രൂട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ ഷേക്കോ ഒക്കെ അടിച്ചു കുടിക്കാൻ നമ്മുടെ ശരീരം തണുക്കാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പൊ നോമ്പ് കാലമൊക്കെ അല്ലേ, അന്നേരം ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് നമ്മൾ ഈ പകല് മുഴുവൻ ആളുകൾ നോമ്പ് എടുത്തിട്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് ആവശ്യത്തിന് എനർജിയും ശരീരത്തിന് തണുപ്പും എല്ലാം നൽകുന്ന ജ്യൂസുകളല്ലേ കൂടുതലും കുടിക്കണ്ടേ. അപ്പം ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഒരു ഷമാമിന്റെ മുക്കാൽ ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ കുരുവെല്ലാം സ്കൂപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലഷ് മുഴുവനും നമുക്കൊന്ന് ചിരണ്ടി എടുക്കണം. ഈ തൊലി ചെത്തിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പം അത്രയും ഭാഗം എടുക്കുമ്പോൾ ഇത്രയും വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്റെ ഈ ഷമാമിന് വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാനിത് മുറിച്ചൊന്ന് കഴിച്ചു നോക്കി, വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഇനി ഇതിന് വേണ്ടത് ഒരു സാഷെ ഹോർലിക്സ് ആണ്. അത് ഇതിനകത്ത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഫുൾ ക്രീം മിൽക്കാണ് എടുക്കുന്നത്. അത് ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതൊരു ചെറിയ ഗ്ലാസ്സിനാണെങ്കിൽ 3 ഗ്ലാസ് ഒക്കെ കാണും കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ഫൈൻ ആയിട്ട് അടിക്കുന്നില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് അരഞ്ഞു വേണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അല്ല ഇങ്ങനെ മതിയെങ്കിൽ കുറച്ച് പീസസ് ആയിട്ട് കിടന്നോട്ടെ. ഈ അടിച്ചെടുത്തതിൻ്റെ അകത്തോട്ട് നമുക്കിനി കുറച്ച് കസ്കസ് കുതിർത്തത് ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പണ്ടൊന്നും എനിക്ക് ഇഷ്ടേ ഇല്ലായിരുന്നു ഈ ഫ്രൂട്ട്. പക്ഷെ ഇപ്പം ഇങ്ങനെയൊക്കെ കുടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് ഇഷ്ടമായത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒക്കെ തീർത്തും ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. ചേർത്താലും ചേർത്തില്ലെങ്കിലും ഇതിന് നല്ല ടേസ്റ്റ് ആണ്. മധുരമൊക്കെ ഒന്ന് നോക്കുക. മിൽക്ക് മെയ്ഡ് കൂടെ നമ്മൾ ചേർത്തല്ലോ. അന്നേരം മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കാം. മധുരം കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഓക്കെ അല്ലേ. എൻ്റെ ഇത് മധുരം എല്ലാം കറക്റ്റ് ആയിരുന്നു. ഇനി നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വാനില ഐസ്ക്രീമോ മറ്റോ ചേർക്കാം. വാനിലയോ ബട്ടർ സ്കോച്ചോ ഒക്കെ ചേർത്താലും നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഐസ്ക്രീം ഒന്നും ചേർക്കുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ വിളമ്പുവാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അവർ ഓരോ സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് തരുമല്ലോ. അങ്ങനെ വേണം എന്നുള്ളവർ ചേർക്കാം. ഇനി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഉടനെ തന്നെ വിളമ്പാം. നല്ല രുചിയുള്ള ഒരു ഷേക്കാണ് എടുത്തത് കേട്ടോ. ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. എപ്പോഴൊക്കെ ഷമാം കിട്ടിയാലും ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ഗ്ലാസ്സുകളിലേക്ക് വിളമ്പി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒരു 3-4 ഗ്ലാസ് കിട്ടുന്നുണ്ട് എനിക്കിത്. വലിയ ഗ്ലാസ്സിനാണെങ്കിൽ 2 ഗ്ലാസ് കിട്ടും കേട്ടോ. ഈസി അല്ലേ വീഡിയോ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമായിട്ട് പാചകമൊന്നും നമുക്ക് അറിയണമെന്നില്ല, ആർക്കും ഉണ്ടാക്കാം. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ ചാനലിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഷമാമിന്റെ തൊണ്ടിലേക്ക് കൂടെ ഇത് കുറച്ച് ഒഴിച്ചു വെക്കുന്നുണ്ട്. നമുക്കിനി ഒരു രസത്തിനും അല്ലെങ്കിൽ കാഴ്ചയ്ക്കൊരു ഭംഗിക്കും അതുപോലെ നമുക്ക് കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാനും ഒക്കെ കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം, നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും പിസ്തയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സ് ആണല്ലോ പീനട്സ് ഇട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ഇടാം. ഇന്നൊരു രസമാണ്. നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് അതോടെ കിട്ടാണ് രസമല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യം വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അതോടെ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞോ പൊടിച്ചോ എങ്ങനെ വെള്ളം ചേർക്കാം. അന്നേരം ഒന്നുകൂടെ ന്യൂട്രീഷ്യസ് ആവും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈസി അല്ലേ വീഡിയോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ബൈ.